RTO ഓഫീസിൽ തീപിടുത്തം. ഈ സേവാ കേന്ദ്രവും റെക്കോർഡ് റൂമിലുമാണ് തീപിടുത്തം ഉണ്ടായത്. ഈ സേവാ കേന്ദ്രത്തിലെ മുഴുവൻ സാധനങ്ങളും അഗ്നിക്കിരയായി. പുലർച്ചെ 6 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. ശ്യാംപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്യാംപ്രസാദ്, ഇത് എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത്? എല്ലാ സാധനങ്ങളും രേഖകളും ഒക്കെ കത്തി നശിച്ചിട്ടുണ്ടാവില്ലേ? മോദി, തീർച്ചയായിട്ടും. അതായത് RTO ഓഫീസാണ്. RTO ഓഫീസിലെ ഈ സേവാ കേന്ദ്രവും റെക്കോർഡ് മുറിയിലുമാണ് തീപിടുത്തം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം സമീപത്തെ ഹോട്ടലിലെ ജീവനക്കാർ കാണുന്നത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. പെരുമ്പാവൂരിൽ നിന്നുള്ള യൂണിറ്റ് എത്തിയാണ് ഈ തീ അണച്ചത്. ഏകദേശം ഒരു മണിക്കൂറിലധികം നേരം വേണ്ടി വന്നു ഈ തീ അണക്കാൻ. വളരെ ശക്തമായ രീതിയിൽ തീ ആളിപ്പടരുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിൻ്റെ പ്രാഥമിക കാരണമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 2 നില കെട്ടിടമാണ്. അതിലെ മുകളിലത്തെ നിലയിലാണ് ഈ RTO ഓഫീസും അതോടൊപ്പം തന്നെ ഈ സേവാ കേന്ദ്രവും റെക്കോർഡ് മുറിയും പ്രവർത്തിക്കുന്നത്. ഈ സേവാ കേന്ദ്രത്തിൻ്റെ പൂർണ്ണമായും കത്തി നശിച്ചു. കമ്പ്യൂട്ടറുകളെല്ലാം തന്നെ നശിച്ചിട്ടുണ്ട്. കൂടെ അവിടെ ഉണ്ടായിരുന്ന രേഖകൾ, അതായത് വാഹന സംബന്ധമായിട്ടുള്ള ഒരുപാട് രേഖകളടക്കം കത്തി നശിച്ചിട്ടുണ്ട്. കൂടാതെ തൊട്ടപ്പുറത്ത് തന്നെയാണ് റെക്കോർഡ് റൂം. റെക്കോർഡ് റൂമിൽ തീ ഏകദേശം പകുതിയെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഫയർഫോഴ്സ് എത്തി തീ കെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പകുതിയിലധികം റെക്കോർഡുകളും രേഖകളും ഒക്കെ കത്തിപ്പോയിട്ടുണ്ട്. എന്തായാലും നിലവിൽ RTO ഓഫീസിൽ ഉണ്ടായിരുന്ന രേഖകൾ ഭൂരിഭാഗവും കത്തിപ്പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ തന്നെ RTO ഓഫീസിലെ ഈ സേവാ കേന്ദ്രത്തിലെ കമ്പ്യൂട്ടറുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും അഗ്നിക്കിരയാകുകയും ചെയ്തു. മോത്തി, തീ നിയന്ത്രണ വിധേയമാണോ? ഈ തീപിടുത്ത സമയത്ത് ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പരുക്ക് പറ്റുകയോ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ആർക്കും, അല്ലേ? അതായത് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. രാവിലെ 10 മണിയോടുകൂടിയൊക്കെയാണ് RTO ഓഫീസുകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുകയും മറ്റൊക്കെയുള്ളൂ. അതിരാവിലെ തന്നെ തൊട്ടടുത്ത് തുറന്ന ഹോട്ടലിലെ ജീവനക്കാരാണ് ഈ തീപിടുത്തം കാണുകയും തുടർന്ന് ഈ ഫയർഫോഴ്സിനെ വിളിച്ചറിയിക്കുകയും ചെയ്തത്. പെട്ടെന്ന് തന്നെ ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന പെരുമ്പാവൂർ ഫയർ എത്തിച്ചേരുകയും പിന്നീട് തീയണക്കുകയുമായിരുന്നു. ആ സമയം തന്നെ അവിടുത്തെ കുറച്ച് സമീപവാസികളൊക്കെ ഈ ഫയർഫോഴ്സിനൊപ്പം ചേർന്നുകൊണ്ട് തീയണക്കാനുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് റെക്കോർഡ് റൂമിൽ പൂർണ്ണമായിട്ടും കത്തി പോകാതിരുന്നത്. മറ്റൊന്ന്, ഈ പുലർച്ചെ ആയതിനാൽ തന്നെ വലിയ രീതിയിൽ ഈ ആളുകൾ അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നതും വലിയൊരു ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്.